നമസ്കാരം. എന്തൊരു വൃത്തികെട്ട ഗതികേടിന്റെ മുഖപത്രമാണ് കേരളത്തിന്റെ മാധ്യമങ്ങൾ. എന്താണ് ഇന്ന് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതോടു കൂടിയിട്ട് കേരളത്തിന്റെ മാധ്യമങ്ങളുടെ മലക്കം മറിച്ച്? ഇന്ന് എക്സിറ്റ് പോൾ ഫലം വൈകുന്നേരത്തോടു കൂടിയിട്ട് 6:30 പുറത്തു വരുമ്പോൾ 370 360 ഒക്കെ സീറ്റുകൾ നാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുകയും തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ചുള്ള സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്യുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും കൃത്യമായിട്ട് ഒരു ഭരണമാറ്റം രാജ്യത്തുണ്ടാവുമെന്നും ഒക്കെ കൊട്ടിഘോഷിച്ച് ചർച്ചകൾ ഇവിടെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ നാൾ മുതൽ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് മുഴുവൻ ഭാരതത്തിന്റെയും ഘട്ടം ഘട്ടമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള പോളിംഗ് പൂർത്തിയാക്കി അവസാനം എക്സിറ്റ് പോൾ പുറത്തു വരുന്ന സമയത്ത് കൃത്യമായിട്ട് കേരളത്തിന്റെ മാധ്യമങ്ങൾ നാളിതുവരെ പറഞ്ഞ വാർത്തകൾക്ക് വിപരീതമായിട്ട് എത്രയാണോ BJP അവകാശപ്പെട്ടത്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി അവകാശപ്പെട്ടത് 400 സീറ്റിന് മുകളിൽ ലഭിക്കുമെന്നുള്ളതാണ്. ആ 400 സീറ്റിന് മുകളിൽ ലഭിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് 370 ആവട്ടെ, അല്ലെങ്കിൽ 360 ആകട്ടെ, 350 ആവട്ടെ, ഏതായാലും 300-ന് മുകളിലേക്ക് സീറ്റുകൾ എക്സിറ്റ് പോൾ വഴി ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ പുറത്തു വരുന്ന സമയത്ത് BJP 400 പറഞ്ഞു, അതിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല, BJP പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്ന കേരളത്തിന്റെ മാധ്യമങ്ങളുടെ മാധ്യമ സംസ്കാരം വൃത്തികെട്ട, ഇത്രയും തരം താണ, ഇതിനപ്പുറത്തേക്ക് ഒരു മാധ്യമത്തിന് തരം താഴാൻ കഴിയാത്ത തരത്തിലുള്ള മാധ്യമ സംസ്കാരം സത്യത്തിൽ മലയാളി ലജ്ജിച്ചേ മതിയാവുകയുള്ളൂ. എന്തൊരു നാണക്കേടാണ് കേരളത്തിന്റെ ഈ മാധ്യമങ്ങളെ കുറിച്ച്. ഇതേ സമയത്ത് ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യ മുന്നണി ഈ ഭാരതത്തിലെ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട്, എല്ലാ പ്രാദേശിക പാർട്ടികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട്, ഈ മുഴുവൻ പ്രാദേശിക പാർട്ടികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് BJP ഇപ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയേ മതിയാവും. BJP എങ്ങനെയും ഞങ്ങൾ താഴെ ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അവിയൽ പാർട്ടികളെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി. ആ മുന്നണിയാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് പോലും BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അവകാശവാദങ്ങളൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? മാത്രമല്ല, ഈ രാജ്യത്തെ BJP 10 വർഷം തുടർച്ചയായിട്ട് ഭരണ തുടർച്ച ഉണ്ടാക്കിയിരിക്കുന്ന BJPയെ താഴെ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സഖ്യമുണ്ടാക്കി, എന്നിട്ടും പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ ആ പരാജയത്തെക്കുറിച്ചല്ലേ, അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയത്തെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്? കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതും, കെജ്രിവാൾ ഡൽഹിയിൽ പ്രസംഗിച്ചതും, കെജ്രിവാളിന്റെ ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളും റാലികളും ഒക്കെ എങ്ങനെയൊക്കെയാണ് കൊഴിപ്പിച്ചത് കേരളത്തിന്റെ മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, ജാമ്യത്തിലിറങ്ങി നടത്തിയ പ്രചരണത്തിന്റെ ആ ഒരു ഓളം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഓളം എന്ന് പറയുന്നത്, വളരെ കൃത്യമായി അലയടിച്ച സ്ഥലമെന്ന് പറയുന്നത് കേരളമായിരുന്നു. ആ കേരളത്തിലാണ് കെജ്രിവാളിനെ വാരോളം പുകഴ്ത്തി പെരുങ്കള്ളനായിട്ട്, കുറ്റവാളിയായിട്ട് പിടിച്ച് ജയിലിലടച്ച, അന്വേഷണ ഏജൻസികൾ പിടിച്ച് ജയിലിലടച്ച കെജ്രിവാളിനെ പുകഴ്ത്തിക്കൊണ്ട് നടന്ന ഒരു ഏക സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നാഷണൽ മീഡിയകൾ പുറത്തുവിടുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും അഭിമാനമുള്ള ഓരോ മലയാളിയും. കാരണം ഇതുതന്നെയാണ് യഥാർത്ഥ പരാജയം. മുഴുവൻ ചെമ്മാനെയും ചെരുപ്പൂത്തിയെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചിട്ട് പോലും തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ 7 അയൽവക്കത്ത് അടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഗതികെട്ട പരാജയത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കൂപ്പുകുത്തുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഈ 400 ലക്ഷ്യം വെച്ചു, ആ ലക്ഷ്യം വെച്ച 400-ലേക്ക് എത്താൻ BJPക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന ആ ഒരു ഗതികേടുണ്ടല്ലോ. മാത്രമല്ല, മോഡി ധ്യാനത്തിലിരുന്നതിനെ കുറിച്ചും കന്യാകുമാരിയിലേക്ക് പോയതിനെ കുറിച്ചും മോഡിയുടെ കേദാർനാഥ് ധ്യാനത്തെക്കുറിച്ചും ഒക്കെയാണ് ഇവർക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ മാധ്യമങ്ങളുടെ ഇത്തരത്തില് യാതൊരുവിധ മാധ്യമ ധർമ്മവും പുലർത്താത്ത ഇത്തരത്തിലുള്ള ഒരു ഗതികെട്ട മാധ്യമ പ്രവർത്തനം, അത് നമുക്ക് ഈ നമ്മുടെ സാക്ഷര കേരളത്തിൽ, നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മലയാളി സമൂഹം ലജ്ജിച്ച് ഈ മാധ്യമ ധർമ്മത്തെ, ഈ മാധ്യമ പ്രവർത്തകരെ ഓർത്ത് തല കുനിക്കുക തന്നെ വേണം. നന്ദി, നമസ്തേ.